ഹായ് എവരിവൺ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിയൻ മോഡൽ ഓഫ് റൂറൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഹാമിൽട്ടന്റെ ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയിട്ടും രവീന്ദ്രനാഥ് ടാഗോറിന്റെ എക്സ്പെരിമെന്റിനെ പറ്റിയിട്ടും പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇതില് ഗാന്ധിയുടെ മോഡലാണ് പഠിക്കുന്നത്. വേറെ മോഡലുകൾ ഉണ്ട്, പക്ഷേ ഗാന്ധിയുടെ മോഡലിൽ ഒരു ഡെഡിക്കേറ്റഡ് ക്ലാസ് തന്നെ വേണം, ബിക്കോസ് അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, മഴയൊക്കെയാണ്, ആരും പനിയൊന്നും പിടിപ്പിക്കരുത്. ഇപ്പൊ അടുത്ത് തന്നെയാണല്ലോ LDC എക്സാംസ് ഒക്കെ. അപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും പനിന്റെ, ഇപ്പൊ പെങ്ങളുടെ കൊച്ചിനോ മാമന്റെ മോനോ അങ്ങനെയൊക്കെ പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പോയിട്ട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക. പരീക്ഷ കഴിയണ വരെ ഒന്ന് പിടിച്ചു നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പനി പിടിപ്പിച്ചോ, കേട്ടോ. ആം, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ ഗാന്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പരിചിതനായിട്ടുള്ള ആളാണ് അല്ലെ? നിങ്ങൾ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പഠിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ആണ്, ഒരു ഫ്രീഡം ഫൈറ്റർ ആണ് ഗാന്ധി എന്ന് പറയുന്നത്. ഏറ്റവും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും, LKG കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കാലഘട്ടം മുതൽ നിങ്ങൾ പരിചയപ്പെട്ടു വരുന്ന ഒരു ഗാന്ധിയാണ്. ഓക്കെ. അപ്പൊ ഗാന്ധിയെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്താണ്? അദ്ദേഹം നോൺ വയലൻസ്, അഹിംസ, ഇതെല്ലാം വളരെയധികം പ്രൊമോട്ട് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണതിനൊപ്പം തന്നെ ഒരു സെയിന്റ് കൂടിയായിരുന്നു അല്ലെ? ഒരു വിശുദ്ധനെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും. അതായത് അദ്ദേഹം ഹ്യൂമൻ ഗുഡ്നെസ്സിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. സാനിറ്റേഷൻ ആക്ടിവിസ്റ്റ് ആയിരുന്നു അല്ലെ? ശുചിത്വ പ്രവർത്തനങ്ങള്, നമ്മുടെ എന്താണ്, ഏതൊരു സിനിമയില് കൊച്ചി ഹനീഫ് എന്ന് പറഞ്ഞ പോലെ അവനവന്റെ ചട്ടിയൊക്കെ അവനവൻ തന്നെ കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ചുമ്മാ പറഞ്ഞതാണ്, പറഞ്ഞിട്ടുള്ള ആളായിരുന്നു നമ്മുടെ ഗാന്ധി എന്ന് പറയുന്നത്. സോ ഗാന്ധിയുടെ ഈ ഇത്തരത്തിലുള്ള ചിന്താഗതികളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ റൂറൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം. ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ, ആദ്യത്തെ ക്ലാസ് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇന്ത്യ വസിക്കുന്നത്, ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണെന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വില്ലേജ് സ്വരാജിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത വ്യക്തിയാണ് ഗാന്ധി. നമ്മൾ എവല്യൂഷൻ ഓഫ് പൊളിറ്റി പഠിക്കുമ്പോൾ പഠിക്കും. അതുപോലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഒരു ഡോക്യുമെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പഞ്ചായത്ത് രാജിനെ പറ്റി വലിയ ഡിബേറ്റ് നടക്കുകയുണ്ടായി. ഓക്കെ. അപ്പൊ അതിൽ ഒരുപാട് പേര് എതിർത്തും, അപ്പൊ അംബേദ്കറിനെ പോലെയുള്ളവരൊക്കെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പൊ ഗാന്ധിനെ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് പഞ്ചായത്ത് രാജിനെ അനുകൂലിച്ചും ഒരുപാട് ഡിബേറ്റ് ഒക്കെ ഉണ്ടായി. നിങ്ങൾ ആ ഡോക്യുമെന്റ് വായിച്ചാൽ മനസ്സിലാവും. ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മളുടെ ഭരണഘടന നിലവിൽ വന്നപ്പോ പഞ്ചായത്ത് രാജ് ഇല്ല. ഓക്കെ. എന്നിരുന്നാൽ പോലും പിന്നീട് നമ്മൾ പഞ്ചായത്ത് രാജ് കൊണ്ടുവരുമ്പോൾ ഗാന്ധിയുടെ ആശയങ്ങളാണ് അതിൽ കൂടുതലും പ്രതിഫലിച്ചിരുന്നത്. ഓക്കെ. അപ്പോ ഗാന്ധിയുടെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് നിലനിൽക്കുന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലും നമുക്ക് കാണാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോർക്ക് എങ്ങനെയാണ്, അദ്ദേഹമൊക്കെ ടെക്നോളജിനെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പമൊക്കെ ടെക്നോളജി വിരുദ്ധനാണെന്ന് തന്നെ പറയാം. ആ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് ഗാന്ധിയോട് ഒരു പക്ഷേ നമുക്കെന്നല്ല, എനിക്കെന്തായാലും വിയോജിപ്പുണ്ട്, പലർക്കും വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനെ എതിർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധി. ഗാന്ധിയുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അറിയാം, ഗാന്ധിയുടെ ഒപ്പം തന്നെ നമ്മളൊരു പടം കാണുമ്പോൾ എന്താണ്, ചർക്കയാണ് കാണുന്നത് അല്ലെ? ഇപ്പൊ ഒരു വലിയ ഫാക്ടറി ക്ലോത്ത്സ് ഉണ്ടാക്കുന്നതല്ല, പക്ഷെ ചെറിയ ഗ്രാമങ്ങളിൽ ചർക്കയിൽ നൂൽനൂത്ത് സ്വന്തമായി വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഗാന്ധിയുടേത്. അതുപോലെ തന്നെ ഗാന്ധിയുടെ കൺസെപ്റ്റിലുള്ള കിനാശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രിട്ടീഷുകാർ ഉള്ള സമയത്തുള്ള ഗ്രാമങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നില്ല, പ്രീ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഗ്രാമങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഓക്കെ. അതായത് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഓരോ ഗ്രാമങ്ങളും എങ്ങനെയായിരുന്നു, വളരെ സ്വയം പര്യാപ്തമായിരുന്നു. അതുപോലുള്ള കാര്യങ്ങളാണ് ഗാന്ധിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഒരു IAS ഡോക്ടറോ എന്ത് തന്നെ ആയിരുന്നാലും ഓരോരുത്തരും മാനുവൽ ലേബർ ചെയ്യണം എന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. അതായത് ഡിവിഷൻ ഓഫ് ലേബറിൽ ഒരാള് പൂജാരിയാണ്, അല്ലെങ്കിൽ ഒരാൾ IAS കാരനാണ് എന്ന് വെച്ചിട്ട് അവരുടെ ഷെയർ ഓഫ് മാനുവൽ ലേബറും ചെയ്യണം എന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു ഗാന്ധി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ച് പഠിക്കലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഗാന്ധിനെ നമുക്ക് അറിയാലേ, ഗാന്ധി നമുക്ക് അറിയാത്ത ആളൊന്നുമല്ല, പണ്ട് മുതലേ അറിയുന്ന ആളാണ്. നമുക്ക് സ്ലൈഡ് വെച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം. സ്ലൈഡ് നോട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വെച്ചത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കുഞ്ഞു LKG പിള്ളേരെ പോലെ വായിച്ച് വായിച്ച് പഠിപ്പിക്കുകയും ചെയ്യില്ല. നോട്ട് നിങ്ങൾ വായിക്കണം. ഇതിന്റെ എസൻസ് പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. കേട്ടല്ലോ? ഓക്കെ. അപ്പൊ മഹാത്മാഗാന്ധി എന്താണ്, ഇന്ത്യയുടെ ഹൃദയം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ജീവിക്കേണ്ടത്, അല്ലാതെ ടൗണുകളിലല്ല.
അതുപോലെ തന്നെ കുടിലുകളിലാണ് ഇന്ത്യ ഉൾക്കൊള്ളേണ്ടത്, പാലസുകളിലല്ല എന്നെല്ലാം അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഗാന്ധിയുടെ മനസ്സിലുള്ള ഒരു ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷ് റൂളിൽ നിന്നും മാറിയിട്ടുള്ള വളരെ നോൺ വയലന്റ് ആയിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമായിരിക്കണം എന്നെല്ലാം ഗാന്ധി വിചാരിച്ചിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ ഡെമോക്രസി അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗാന്ധി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോള് വഹിച്ചിട്ടുണ്ട് ആസ് എ ഫ്രീഡം ഫൈറ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ ഫാദർ ഓഫ് ദി നേഷൻ ഒക്കെ വിളിക്കുന്നു. ഓക്കെ, ഇനി ഗാന്ധിയുടെ ഒരു റൂറൽ ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ ഹോളിസ്റ്റിക് ആയിരുന്നു. ഓക്കെ, എല്ലാം തന്നെ ഉൾക്കൊണ്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ പീപ്പിൾ സെന്റേഡ് ആയിരുന്നു. ഓക്കെ, പല പ്ലാനുകളും പീപ്പിൾ സെന്റേഡ് ആയിട്ട് വരാം, ഗവൺമെന്റ് സെന്റേഡ് ആയിട്ട് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ആളുകളിൽ ഉള്ള ആളുകളെ സെന്റർ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. അതായത് ആളുകളുടെ നന്മ, ആളുകളുടെ ട്രൂത്ത്, ആളുകളുടെ നോൺ വയലൻസ്, ഇതിനെല്ലാം കൂടി റൂട്ട് ചെയ്തിട്ടുകൊണ്ടുള്ള, ഇതിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന പോലെ ഗാന്ധി വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ആരെല്ലാം? കാരണം റസ്കിനും ടോൾസ്റ്റോയും പിന്നെ അതുപോലെ തന്നെ ഗീതയിലെ ടീച്ചിങ്സും കാര്യങ്ങളും പിന്നെ സ്പിരിച്വൽ വാല്യൂസും ഹിന്ദുയിസത്തിലെ സ്പിരിച്വൽ വാല്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ വില്ലേജ് എക്കണോമിയിൽ നിന്നാണ് നമ്മളുടെ പ്രോഗ്രസ് ഉണ്ടാവുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. വില്ലേജിലെ സ്കിൽസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അത് വില്ലേജ് ഇൻഡസ്ട്രീസ് ലൈക്ക് എന്താണ് ഇപ്പൊ ചർക്ക നിൽക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റിലാണ് പ്രോഗ്രസ് ഉണ്ടാവുമെന്ന് ഗാന്ധി പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഡെവലപ്മെന്റിനെ പറ്റി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നഗരങ്ങളിൽ ഏറ്റവും എയർപോർട്ട്സ് വരാം, അല്ലെങ്കിൽ വലിയ മോൾസ് വരാം, അല്ലെങ്കിൽ ട്രേഡ് കേന്ദ്രങ്ങൾ വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോ പൊതുവെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് കാണാറുള്ളത്, അല്ലെ? പക്ഷെ ഗാന്ധി എപ്പോഴും എയിം ചെയ്തിരുന്നത് റൂറൽ സെൻട്രിക് ആയിട്ടുള്ള, വില്ലേജ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് സഫിഷ്യൻസിയിലും പിന്നെ അതുപോലെ തന്നെ ഇന്റർഡിപ്പെൻഡൻസിലും എല്ലാം തന്നെ അധിഷ്ഠിതമായിരുന്നു. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിന്റെ റൂറൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിൽ സ്പിരിച്വൽ വാല്യൂസിന് ഭയങ്കരമായിട്ടുള്ള സ്ഥാനം ഉണ്ടായിരുന്നു. സ്പിരിച്വൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്ഥാനമുള്ള പോലെ തന്നെ മേ ബി സയന്റിഫിക്കിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പിരിച്വൽ വാല്യൂസിന് അദ്ദേഹം നല്ലോണം ഇത് കൊടുത്തിരുന്നു. നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ 18 പോയിന്റ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വാർത്ത പ്രോഗ്രാമിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലേ? അതിനെപ്പറ്റി ഇവിടെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി 35 സ്ലൈഡ്സ് ഉണ്ട്. അത് ഒരുപാട് ലോങ് ആയി പോകാതിരിക്കാൻ വേണ്ടി അത് ഞാൻ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നോട്ടായിട്ട് തരാം. ഓക്കെ, അപ്പൊ ഗാന്ധിയുടെ സ്വപ്നം കണ്ട കിനാശേരി എങ്ങനെയായിരുന്നു? ഗാന്ധി സ്വപ്നം കണ്ട കിനാശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ബ്രിട്ടീഷ് പീരീഡിലുള്ള കിനാശേരിയാണ്. അതായത് ഒരുപാട് നമ്മുടെ ഈ വില്ലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോണോമസ് ആയിരുന്നു, വില്ലേജസ് ആയിരുന്നു, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴായിട്ട് പലതരത്തിലുള്ള ബാബേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാകൃതമായിട്ടുള്ള ഒരുപാട് ശക്തികൾ ഗ്രാമങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വന്നു വില്ലേജ് എക്കണോമിനെ തകർത്തു, ഗ്രാമങ്ങളുടെ റിപ്പബ്ലിക്കൻ നേച്ചറിനെ തകർത്തു. അപ്പൊ ഇതെല്ലാം മാറ്റിക്കൊണ്ട് പ്രീ ബ്രിട്ടീഷ് എറയിലുള്ള ഒരു ഗ്രാമമായിരുന്നു ഗാന്ധിജിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻഷ്യന്റ് ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ വില്ലേജസിനെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ വില്ലേജ് സ്വരാജിനെ പറ്റിയിട്ട് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് എന്താണ്, അവർ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസിൽ ഇപ്പോ ഒരാള് ചർക്കയിൽ നൂലുണ്ടാക്കി വസ്ത്രം ഉണ്ടാക്കുന്നു, മറ്റൊരാൾ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നു, മറ്റൊരാൾ കൃഷി ചെയ്യുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് പോവുക. ഓക്കെ, പിന്നെ അതുപോലെ ഓരോ ഗ്രാമവും അവർക്ക് വേണ്ട ഫുഡ് ക്രോപ്സ് മുഴുവൻ ഉണ്ടാക്കുക, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ നിർമ്മിക്കുക. ഓക്കെ, അവർക്ക് വേണ്ട കാറ്റിലിനെ വളർത്തുക. അതുപോലെ തന്നെ ഓരോ ഗ്രാമങ്ങളിലും കുട്ടികൾക്കും അഡൾട്ട്സിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് പ്ലേ ഗ്രൗണ്ട്സ് വേണം. അതുപോലെ തന്നെ നാടകങ്ങൾ നടത്താനുള്ള തിയേറ്റേഴ്സ് വേണം. പിന്നെ അതുപോലെ എന്താണ് പബ്ലിക് ഹാളുകൾ വേണം, മീറ്റിംഗുകൾ നടത്താൻ സ്കൂളുകൾ വേണം. പിന്നെ അതുപോലെ തന്നെ ഓരോ ഗ്രാമത്തിനും വേണ്ട ക്ലീൻ വാട്ടറിന്റെ സപ്ലൈ വേണം. ഇങ്ങനെ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വില്ലേജ് സ്വരാജിനെയാണ് ഗാന്ധി സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്.
പിന്നെ ഗാന്ധിക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ മീൻസ് അറിയാലോ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ വെസ്റ്റേൺ സ്റ്റൈൽ ഇൻഡസ്ട്രിയലൈസേഷനെ വളരെ പേടിയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഗാന്ധി. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോൾ ഓരോ ഇൻഡസ്ട്രീസ് ടൗൺസിൽ സ്ഥാപിക്കപ്പെടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ കുറഞ്ഞ വേതനം കൊടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി വളരെയധികം പണിയെടുപ്പിക്കുന്നു. ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്നു, തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഗാന്ധി ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഇൻഡസ്ട്രിയലൈസേഷനെ എതിർത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യൻ സൊസൈറ്റീനെ തകർക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. അപ്പൊ അതുകരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതായത് ഓരോ ഗ്രാമങ്ങളിലും ഓരോ കൊച്ചു വീടുകളിലും സാധനങ്ങൾ ഉത്പാദിപ്പിക്കുക, ഇവ ഒരുമിച്ച് കൊണ്ടുവരിക, അത് ആ ഗ്രാമത്തിൽ തന്നെ വിതരണം ചെയ്യപ്പെടുക. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഗാന്ധിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള വില്ലേജസ് ആണ് ഗാന്ധിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ സ്റ്റൈലുള്ള ഇൻഡസ്ട്രിയലൈസേഷനെ മാറ്റി ഗ്രാമങ്ങളിലുള്ള റൂറൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ, അങ്ങനത്തെ റൂറൽ ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടാണ് ഗാന്ധി കൂടുതലും ആഗ്രഹിച്ചിരുന്നത്. ഇവിടെ നമുക്ക് ശ്രീനാരായണ ഗുരുവായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം കാണാം കേട്ടോ. ശ്രീനാരായണ ഗുരു ഒക്കെ പലപ്പോഴും വ്യവസായങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. അതൊക്കെ ഗാന്ധി ശ്രീനാരായണ ഗുരു നമ്മൾക്കുള്ള ബേസിക് വ്യത്യാസങ്ങളാണ്. ശ്രീനാരായണ ഗുരു ഒക്കെ കുറച്ചും കൂടി മുൻകൂട്ടി കണ്ട് എന്താ ഇൻഡസ്ട്രിയലൈസേഷനും എല്ലാം ആവശ്യമാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഓരോരുത്തരും അവരുടെ മാനുവൽ ലേബറിലുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആരായിരുന്നാലും മാനുവൽ ലേബർ ചെയ്തേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ ഓരോ വില്ലേജിലും ഉള്ളവർ എന്തിരിക്കണം, അവര് വൃത്തിയിലായിരിക്കും ജീവിക്കുക. ആനിമൽസിനെ പോലെ ഡാർക്ക്നെസ്സിലോ അല്ലെങ്കിൽ ഡേർട്ടിലോ അല്ല ജീവിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്വന്തം ആശയങ്ങളും അവരുടെ സ്വന്തം വില്ലും ഒക്കെ ആർക്കെതിരെയും ഉപയോഗിക്കാനായിട്ടൊക്കെ അവർക്ക് സാധിക്കണം. അതുപോലെ തന്നെ അവർ വളരെ വൃത്തിയിൽ ജീവിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പ്ലേഗ്, കോളറ, സ്മോൾ പോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ആരും ലക്ഷറിയിലായിരിക്കില്ല ജീവിക്കുക, ആരും മടിയന്മാരായിട്ടായിരിക്കില്ല ഇരിക്കുക, എല്ലാവരും അവരവരുടെ കോൺട്രിബ്യൂഷൻ അധ്വാനത്തിന് വേണ്ടി കൊടുക്കും. അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ ഗാന്ധിയുടെ നമ്മൾ പറയുന്നതാണ് വില്ലേജ് സ്വരാജ് ആൻഡ് സ്വദേശി മൂവ്മെന്റ്. ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു റൂറൽ റീകൺസ്ട്രക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി ആയിരുന്നത്. ഓക്കെ, ഇതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, കുറച്ച് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് ട്രസ്റ്റിഷിപ്പ് നമ്മൾ പഠിക്കും, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. എന്താണ് സ്വദേശി മൂവ്മെന്റിന്റെ വാല്യൂസ്? എന്താണ് നമ്മൾ സ്വദേശീയമായിട്ട് ഉൽപ്പാദിപ്പിക്കുക, അറിയാലോ, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ഫുൾ എംപ്ലോയ്മെന്റ്, ബ്രെഡ് ലേബർ, എല്ലാവരും തന്നെ എന്താണ് അധ്വാനിക്കുന്നതിന് മാത്രം അപ്പത്തിന് അവകാശമുള്ളൂ എന്നുള്ള പോലെയാണ് അദ്ദേഹത്തിന്റെ ആശയമായിരുന്നത്. സെൽഫ് സഫിഷ്യൻസി, ഡീസെൻട്രലൈസേഷൻ, ഇക്വാലിറ്റി, നൈതലിം എന്താ നമ്മൾ പഠിക്കട്ടോ, ബേസിക് എഡ്യൂക്കേഷൻ ആണ്, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ എല്ലാ തരത്തിലും ഗാന്ധിയുടെ ഐഡിയൽ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും, സോഷ്യൽ ആയിക്കോട്ടെ, എക്കണോമിക്കൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഡയമെൻഷൻ ആയിക്കോട്ടെ, എല്ലാ തരത്തിലും തന്നെ വളരെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള വളരെ ഇത്തരത്തിലുള്ള ഡയമെൻഷനിലൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഐഡിയൽ വില്ലേജ് ആണ് ഗാന്ധിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അവിടെയൊക്കെ ഓരോ സ്ഥലത്തും അദ്ദേഹം ഊന്നി പറയുന്നത് എന്താണ്? നോൺ വയലൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ഈവൻ ഗാന്ധി വില്ലേജസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഈ നമുക്കിപ്പോ പോലീസ് സിസ്റ്റം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു സിസ്റ്റം വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ക്രമസമാധാന പാലനത്തിൽ. അപ്പോഴും അവര് നോൺ വയലൻസിൽ അധിഷ്ഠിതരായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എന്ത് മതി, ഒരു സെറ്റ് ഓഫ് വോളണ്ടിയേഴ്സ് മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഗാന്ധി ഒരു അരാജകവാദി ഉണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. അത് മാത്രമല്ല, UPSC ഒക്കെ പലതവണ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഗാന്ധി ആൻഡ് അനാർക്കിയിലെ ഗാന്ധിക്ക് അനാർക്കിയിലുള്ള ഒരു ചെറിയൊരു ചായ്വ്, അതായത് സ്റ്റേറ്റിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഗാന്ധി. അവിടേക്കൊന്നും നമുക്ക് പോണ്ട. അപ്പൊ ഗാന്ധി പറഞ്ഞു വരുന്നത് എന്താണ്? ഈ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും തന്നെ ട്രൂത്തും അഹിംസയും പിന്നെ നോൺ വയലൻസും എല്ലാം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒന്നാണ്. എല്ലാവരെയും ഇതാണ് സ്വരാജ്, അതാണ് സ്വാതന്ത്ര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്.
അപ്പം ഗാന്ധിയുടെ മോഡൽ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്തിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു ഫോളോയിങ് വാല്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ആ പോയിന്റ്സ്? ഒന്ന്, റൂറൽ ഇന്ത്യ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഇറ്റ് സിറ്റീസ് ബട്ട് ഇൻ ദ വില്ലേജസ്. എല്ലായ്പ്പോഴും പറയുന്ന കാര്യം തന്നെ. ദ റിവൈവൽ ഓഫ് വില്ലേജസ് is possible only when the villages are exploited no more. Exploitation of villages by city dwellers as violence ഇൻ ഗാന്ധിസ് ഒപ്പീനിയൻ. സി, ഗാന്ധി ഇപ്പോ വില്ലേജുകളിൽ നിന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നഗരങ്ങളിൽ പണിയെടുപ്പിക്കുക. ഇപ്പൊ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി നഗരങ്ങളിലെ വീടുകളിലെ പണിക്കാരായിട്ടും അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലെ പണിക്കാരായിട്ടൊക്കെ നിർത്തുന്നത് അത് ശരിക്കും ഗാന്ധിയുടെ ഒപ്പീനിയനിൽ വയലൻസ് തന്നെയായിരുന്നു. അത് പലതരത്തിലുള്ള വയലൻസിനെ പറ്റി ഗാന്ധി പറയുന്നുണ്ട്. ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം എന്നുള്ള വാക്കിനേക്കാളും കൂടുതൽ ഗാന്ധി വയലൻസ് എന്നാണ് ഇതിനൊക്കെ ഉപയോഗിക്കാറ്. അതായത് പൂവറിനെ റിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അത് വയലൻസ് ആണ്. അതുപോലെ തന്നെ വില്ലേജസിനെ സിറ്റീസ് ചൂഷണം ചെയ്യുന്നത് അത് വയലൻസ് ആണ്. സോ ഇതിനെല്ലാം വയലൻസ് എന്ന ടേം ഉപയോഗിച്ചാണ് ഗാന്ധി വിശേഷിപ്പിക്കാറുള്ളത്. സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്, ഉയർന്ന ചിന്താഗതി, ബാക്കി ഞാൻ പറയത്തില്ല. സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്, വളരെ ലളിതമായ ജീവിതവും ഉയർന്ന ചിന്താഗതിയും, പിന്നെന്താണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ കൺസ്യൂമറിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതെ കുറച്ച് സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ഒക്കെ പെർസ്യൂ ചെയ്തുകൊണ്ട് ജീവിക്കണം. ഓക്കെ, അദ്ദേഹം ഒരു 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 സന്യാസിയുടെ വാക്കുകൾ പോലെയൊക്കെ പലപ്പോഴും ഗാന്ധി എന്ന് പറയുന്ന സന്യാസിനെ അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ റൂറൽ ഡെവലപ്മെന്റിനെ പറ്റിയുള്ള ആശയങ്ങൾ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെന്താണ് ലേബറിന്റെ ഡിഗ്നിറ്റി, എല്ലാവരും തന്നെ ലേബർ ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്താലും അവരുടെ അതായത് ഇപ്പോ ഞാൻ ജോലി എടുക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ബ്രെഡ് വിന്നേം ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് അത് ഗാന്ധി അംഗീകരിക്കില്ല. നോ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ലേബർ, മാനുവൽ ലേബറിൽ തന്നെ ഏർപ്പെടണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വദേശി പ്രൊഡക്ട്സ്, നമ്മളുടെ തദ്ദേശീയമായ പ്രൊഡക്ട്സ് കൂടുതൽ ഉപയോഗിക്കണം, അതിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ തദ്ദേശീയമായ സർവീസസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ വളർത്തിക്കൊണ്ടുവരണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോൺ വയലൻസിനെയും ട്രൂത്തിനെയും ഒക്കെ എപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. ഓക്കെ, എല്ലാ തരത്തിലും ഏതൊരു അവസ്ഥയെങ്കിലും നോൺ വയലൻസും ട്രൂത്തും എല്ലാം ഒരിക്കലും കൈവിടാൻ പാടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ മോഡലിന്റെ കമ്പോണൻസ്, കുറച്ച് പ്രിൻസിപ്പൽ കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? സെൽഫ് സഫിഷ്യന്റ് വില്ലേജ് എക്കണോമിയും, അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ, സാനിറ്റേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള വില്ലേജ് എക്കണോമി ആയിരിക്കണം. അതായത് ആളുകളുടെ ഒരുപാട് സെൽഫിഷ് ആയ ആളുകൾ എന്ത് ചെയ്യും? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കൂട്ടി വെച്ച് റിച്ച് ആവാൻ വേണ്ടി നോക്കും. അല്ലെങ്കിൽ അറഗൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. മൊത്തം വില്ലേജിനെയും സഹായിക്കാൻ കഴിയുന്ന പോലെ തന്റെ അധ്വാനവും തന്റെ വെൽത്തും തന്റെ നോളജും എല്ലാം തന്നെ ഉപയോഗിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് എന്ത് ആവശ്യമുണ്ടോ ഒരു വില്ലേജിന് എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം അവർ തന്നെ ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. സെൽഫ് സഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെയധികം മുന്നോട്ട് വെച്ചിരുന്ന കാര്യമാണ്. ഒരിക്കലും നഗരങ്ങൾ ആശ്രയിക്കുന്ന രൂപത്തിലേക്ക് ഗ്രാമങ്ങൾ വരാൻ പാടില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഗ്രാമങ്ങൾ നഗരങ്ങളാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്പ്ലോയിറ്റേഷൻ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? പുവർ ബൈ ദ റിച്ച്, അതുപോലെ തന്നെ വില്ലേജസ് ബൈ ദ സിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ബൈ ഡെവലപ്ഡ് വൺസ്. ഇപ്പോൾ വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് വളരെ മലിനീകരണമൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ കൊണ്ടുപോയി പാവപ്പെട്ട രാജ്യങ്ങളിലൊക്കെ സ്ഥാപിക്കുന്നില്ലേ? സോ അതിനെല്ലാം തന്നെ അദ്ദേഹം എക്സ്പ്ലോയിറ്റേഷനും വയലൻസും ആയിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്വന്തം ഫുഡ്, സ്വന്തം എന്താണ് ക്ലോത്തിങ്, എല്ലാ ബേസിക് നീഡ്സും ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ കോട്ടേജ് ഇൻഡസ്ട്രീസിനെ, അത് ഗാന്ധിനെ പ്രത്യേകം തന്നെ ഇദ്ദേഹം എപ്പോഴും എടുത്തു പറയാറുണ്ട്. ഓക്കെ, കോട്ടേജ് ഇൻഡസ്ട്രീസ് എല്ലാ ഗ്രാമങ്ങളും ഉണ്ടാകണം. ഹാൻഡിക്രാഫ്റ്റ്സ്, ഓക്കെ, കരകൗശല വസ്തുക്കളൊക്കെ ഓരോ ഗ്രാമങ്ങളും ഉണ്ടാക്കണം. പിന്നെ എന്താണ്, ബ്രിട്ടീഷ് റൂളിന്റെ സപ്പോർട്ടോടു കൂടി തന്നെ മോഡേൺ സിവിലൈസേഷൻ സപ്പോർട്ടഡ് ബൈ ദ ബ്രിട്ടീഷ് റൂൾ വാസ് എ റിയൽ കോസ് ഓഫ് എക്കണോമിക് ഡിസ്ട്രസ്, പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. സോറി, ഞാൻ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസം ഇതുണ്ട്, വായിച്ചപ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോയതാണ്. അതായത് മോഡേൺ സിവിലൈസേഷന് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു. മോഡേൺ സിവിലൈസേഷനിൽ അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു. പക്ഷെ ഈ എക്കണോമിക് ഡിസ്ട്രസിന്റെ കാരണം ഒരു തവണ കൂടി പറയാം. അതായത് മോഡേൺ സിവിലൈസേഷൻ ആണ്, അതായത് ബ്രിട്ടീഷ് റൂളിന്റെ സപ്പോർട്ടോടു കൂടിയുള്ള മോഡേൺ സിവിലൈസേഷൻ ആണ് ശരിക്കും
എക്കണോമിക് ഡിസ്ട്രസിന്റെയും പോവർട്ടിയുടെയും അൺഎംപ്ലോയ്മെന്റിന്റെയും കാരണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. He argued that simply replacing British rule with the Indian rule based on modern methods would not improve India situation. See, ബ്രിട്ടീഷുകാർ പോയി എന്നിട്ട് അതേപോലെ തന്നെ ഒരു റൂള് ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സിറ്റുവേഷൻ ഒരിക്കലും മെച്ചപ്പെടില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഓക്കെ, അതായത് അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് എന്താണ്, സെൻട്രലൈസ്ഡ് ആണ് കാര്യങ്ങൾ അല്ലെ. അപ്പൊ അവര് കൊണ്ടുവന്നിരിക്കുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഭരണം നമ്മൾ പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സിറ്റുവേഷനിൽ മാർഗം ഉണ്ടാവില്ല. പകരം എന്ത് ചെയ്യണം, ഇന്ത്യ കൂടുതലും വില്ലേജസിലേക്ക് വരണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ഗാന്ധി envisioned India's salvation in the revival of its ancient civilization. See, ആദ്യം പറഞ്ഞില്ലേ, പ്രീ ബ്രിട്ടീഷ് ആയിട്ടുള്ള വില്ലേജസിനെയാണ് ഗാന്ധി കൂടുതലും കണ്ടിരുന്നത്, ഗാന്ധി കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നതും അതിനെയാണ് പ്രൊമോട്ട് ചെയ്തിരുന്നതും. സോ ആ ഒരു ആൻഷ്യന്റ് സിവിലൈസേഷനിലേക്ക് തിരിച്ചു പോകണം, അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ആശയം. ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ഗാന്ധി ഒരു റിവൈവലിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. Gandhi's vision of a self-sufficient and non-violent village society was based on cooperation, not conflict. Okay, വളരെ കോർപ്പറേറ്റീവ് ആയിട്ടുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വില്ലേജ്, നോൺ വയലൻസിലും കോർപ്പറേഷനിലും ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഗാന്ധി കോപ്പറേറ്റീവ് ഫാമിങ്ങിനെ അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിരുന്നു. എന്താണ് കോപ്പറേറ്റീവ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കർഷകൻ ഒറ്റയ്ക്ക് വിത്ത് ശേഖരിച്ച് ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ ലാൻഡിൽ ഒറ്റയ്ക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി അത്ര എഫിഷ്യന്റ് ആയിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കോപ്പറേറ്റീവ് ഫാമിങ്ങിനെ അദ്ദേഹം ഒരുപാട് പ്രൊമോട്ട് ചെയ്തിരുന്നു. എന്താണ്, സേവ് ലേബർ സേവ് ചെയ്യാനായിട്ടും, അതായത് ഒരുപാട് കർഷകർ ഒരുമിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്യാപിറ്റല്, ടൂൾസ്, ലേബർ ഇതെല്ലാം തന്നെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ കർഷകനും ഓരോ ടൂളും വാങ്ങിക്കേണ്ടതായിട്ട് വരില്ല അല്ലെ. അതുപോലെ തന്നെ ഒരുമിച്ചാവുമ്പോൾ ക്യാപിറ്റൽ സേവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും, അത്രമാത്രം മൂലധനം വേണ്ടി വരില്ല. ഓക്കെ, അതുപോലെ തന്നെ പലർക്കും ഇപ്പോ ഒരുപാട് പ്രായമുള്ള വില്ലേജേഴ്സിനും എംപ്ലോയ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞു ലാൻഡ്, ഓരോ കർഷകന്റെ കയ്യിലും ഒരു ലാൻഡ് വരുമ്പോൾ എങ്ങനെയാ, ആ ലാൻഡ് ചെറുതായി വരില്ലേ. അങ്ങനെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാൻഡിങ് പാടില്ല, പകരം എല്ലാവരും കൂടി ഒരു വലിയ ലാൻഡിൽ കൃഷി ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഒന്നാണ്, അടുത്തൊരു പോയിന്റ് ആണ് ഡീസെൻട്രലൈസേഷൻ. ഗാന്ധി believed the supreme goal of society should be human happiness through mental and moral development. അപ്പൊ ഗാന്ധി വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു സൊസൈറ്റിയുടെ ഏറ്റവും സുപ്രീം ഗോൾ എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ ആളുകളുടെ സന്തോഷം, എങ്ങനെയുള്ള സന്തോഷം, മെന്റൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റിലൂടെയുള്ള സന്തോഷമായിരിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഈ ഒരു ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യും? ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീസെൻട്രലൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പവേഴ്സ്, പൊളിറ്റിക്കൽ ആയിട്ടും എക്കണോമിക്കൽ ആയിട്ടുള്ള പവേഴ്സ് ഡീസെൻട്രലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സ്ഥലത്ത് കേന്ദ്രീകരിക്കാതെ ഏറ്റവും കുഞ്ഞു ഗ്രാമങ്ങളിലേക്കും എത്തുന്നത് പോലെ വേണം. ഓക്കെ, അപ്പൊ എന്താണ്, ഡിസിഷൻ മേക്കിംഗ് പവർ ഒരിക്കലും നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ ആയിരിക്കരുത്, പക്ഷെ എവിടെ ആയിരിക്കണം, വില്ലേജ് പഞ്ചായത്തുകളിൽ ആയിരിക്കണം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ. അപ്പൊ റെപ്രസെന്റേറ്റീവ്സ് വുഡ് ബി ഇലക്ടഡ് all adults for a fixed period of 5 years. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് 5 years എന്നുള്ള കാര്യം ഗാന്ധി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ ഇലക്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ പഞ്ചായത്തിലെ പ്രതിനിധികൾ, അവരെ പഞ്ചായത്ത് നിന്ന്, ആ ഒരു കൗൺസിലിനെ പഞ്ചായത്ത് നിന്നാണ് വിളിക്കുക. അവരെന്ത് ചെയ്യും, ലെജിസ്ലേറ്റീവ് ആയിട്ടും എക്സിക്യൂട്ടീവ് ആയിട്ടും ജുഡീഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും അവർ ചെയ്യും. ഓക്കെ, ഇപ്പൊ അങ്ങനെയല്ല, പക്ഷെ ഗാന്ധിയുടെ മനസ്സിൽ അങ്ങനെയായിരുന്നു. ന്യായ പഞ്ചായത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ ആ ഗ്രാമത്തിൽ തന്നെ ഡിസ്കസ് ചെയ്ത് അവിടുത്തെ ഏതെങ്കിലും ഒരു ന്യായാധിപൻ അങ്ങനത്തെ ഒരു അവര് തന്നെ ആ ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ചെയ്യണം, ആ ഗ്രാമത്തിന് വേണ്ട നിയമങ്ങൾ പഞ്ചായത്തിൽ ഉണ്ടാക്കണം, എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു പഞ്ചായത്ത് നിർവഹിക്കണം. ഇതാണ് ഗാന്ധിയുടെ ഇതായിരുന്നത്. ഓക്കെ, അതായത് ഒരിക്കലും സെൻട്രലൈസേഷൻ ഓഫ് പവർ വരാൻ പാടില്ല എന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പഞ്ചായത്തിൽ എല്ലാ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ്, ഹെൽത്ത്, സാനിറ്റേഷൻ, പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള കാര്യത്തിലൊക്കെ തന്നെ പഞ്ചായത്തിന് എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അൺടച്ചബിൾസ് അല്ലെങ്കിൽ ബാക്കിയുള്ള പുവർ പീപ്പിൾ, ഇപ്പൊ വളരെ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെയധികം എന്താണ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോഴും. അതെ, അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനും അപ്ലിഫ്റ്റ് ചെയ്യാനും ശ്രമിക്കണമെന്ന് ഗാന്ധി പറയുന്നുണ്ട്. പിന്നെന്താണ്, ഈ ഒരു ഗ്രാമത്തിന്റെ റിസോഴ്സുകൾ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകൾ മാറ്റുക, പിന്നെ അതുപോലെ തന്നെ വേറെ ഇൻവേഷൻ, അപ്പൊ
പുറത്തുനിന്നുള്ള ഇൻവേഷൻസിനൊക്കെ തടയാനായിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതേ അവസാനത്തെ ഒരു പോയിന്റ് നോക്കി, നോൺ വയലന്റ് പീസ് ബ്രിഗേഡ് ഓഫ് വോളണ്ടിയേഴ്സ് വുഡ് ബി ഓർഗനൈസ്ഡ് ഫോർ വില്ലേജ് ഡിഫൻസ് ഡിഫറിംഗ് ഫ്രം യൂഷ്വൽ മിലിറ്ററി ഫോർമേഷൻസ്. അപ്പൊ അതായത് നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു ബ്രിഗേഡ് ഉണ്ടാവണം, ഒരു ഓഫ് വോളണ്ടിയേഴ്സ്. ഓക്കെ, അത് സാധാരണ മിലിറ്ററി ഫോമിലൊന്നും ആയിരിക്കരുത്, വില്ലേജിന് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നോൺ വയലന്റും ആയിരിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു പോലീസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആണ്. ഗാന്ധി envisaged each village in India as republic. Within village panchayat managing its affairs ഇൻക്ലൂഡിങ് ഡിഫൻസ്. ഗാന്ധിയുടെ മനസ്സിലുള്ള പഞ്ചായത്ത് രാജ് എങ്ങനെ? ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജ് അല്ലേ ഇപ്പൊ എന്താണ് പോക്കണംകോട് പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഡിഫൻസ് ഉണ്ടാവുമോ? ഇല്ലല്ലോ, ഇന്ത്യക്ക് മൊത്തത്തിലുള്ള ഒരു ഡിഫൻസ് ഉള്ളത്. പക്ഷെ ഗാന്ധിയുടെ മനസ്സിൽ എങ്ങനെയാണ്? എല്ലാം തന്നെ വില്ലേജുകളാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാത്തരം ഫംഗ്ഷൻസും, ലെജിസ്ലേറ്റീവ് ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗ്രാമത്തിലെ എല്ലാവിധ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളും പഞ്ചായത്തിൽ തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഈ പഞ്ചായത്തിലുള്ള ആ ഒരു എക്കണോമിക് ഡെമോക്രസി അതാണ് വേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഒരു പഞ്ചായത്തിൽ ഏറ്റവും ലോവർ ലെവലിൽ ഒരു പഞ്ചായത്തിലാണ് എല്ലാവിധ പവർ ഉള്ളതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഡെമോക്രസി ഇറങ്ങിയവരാണ് അല്ലെ. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പഞ്ചായത്ത് രാജ്. അതൊക്കെ എത്ര പോസിബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ ആലോചിക്കാം. പിന്നെ ഗാന്ധി എന്ത് ചെയ്തു? ഗാന്ധി പലപ്പോഴായിട്ട് കൺട്രിയിൽ ഒരുപാട് സ്ഥലത്ത് വിസിറ്റ് ചെയ്യുകയും ഓരോ വില്ലേജ് പഞ്ചായത്തുകളുടെയും കാര്യങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഗാന്ധിയെ വില്ലേജ് പഞ്ചായത്തുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എപ്പോഴും അദ്ദേഹത്തിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്. ഓക്കെ, ലളിതമായ ജീവിതവും ഉയർന്ന ചിന്താഗതിയും. അപ്പോ ഗ്രാമങ്ങൾ നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറയില്ലേ, അപ്പൊ ആ ഒരു കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്താണ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഒക്കെ ഒരു വില്ലേജിൽ തന്നെ ഉണ്ടാവണം. ആ ഒരു വില്ലേജ് എന്താണ്, സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കണം, സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കണം. പിന്നെന്താണ്, എല്ലാവർക്കും തന്നെ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡവും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള അവസരങ്ങളെല്ലാം തന്നെ ഉണ്ടാവണം. ഓക്കെ, അതുപോലെ സ്റ്റേറ്റിന്റെ പവർ എന്ത് ചെയ്യണം? ഏറ്റവും റെഡ്യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ഏറ്റവും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പവേഴ്സ് ആയിരിക്കണം സ്റ്റേറ്റിന് ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. ഏറ്റവും ചെറിയ വില്ലേജസിനായിരിക്കണം ഏറ്റവും കൂടുതൽ പവേഴ്സ് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ പഞ്ചായത്തുകൾക്ക് എല്ലാ തരത്തിലുള്ള പവറും ഉണ്ടായിരിക്കണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പഞ്ചായത്ത് രാജ് എന്ന കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പേഴ്സണെ ആനുവലി ഇലക്ട് ചെയ്യും. ഓക്കെ, 5 വർഷത്തേക്കാണ് ഇലക്ട് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഇവരാണ് കാര്യങ്ങളൊക്കെ മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് തീരുമാനിക്കുന്നത്. പിന്നീട് പഞ്ചായത്ത് രാജ് 1992 വന്നപ്പോൾ ഗാന്ധിയുടെ പല ആശയങ്ങളും നമ്മൾ അതിൽ പിന്തുടർന്നിട്ടുണ്ട്, പല കാര്യങ്ങളും പിന്തുടർന്നിട്ടില്ല. ഓക്കെ, പിന്നെ എന്താണ് അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ ഗാന്ധി പറയുന്നത് എന്താണ്? ഗാന്ധി പറയുന്നത് വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാദി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ തരത്തിലുള്ള വർക്കിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, എല്ലാ തരത്തിലുള്ള വർക്കിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അത് ഏറ്റവും താഴെക്കിടയിലേക്ക് വരുന്നവർക്ക് ഇക്കണോമിക് ഫ്രീഡം കൂടി, ഇക്കണോമിക് മീൻസും കൂടി നൽകേണ്ടതായിരിക്കണം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ വില്ലേജ് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള നൂൽ, ചർക്ക ഉപയോഗിച്ചുള്ള ഖാദിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ പേപ്പർ മേക്കിംഗ്, സോപ്പ് നിർമ്മാണം, കുടിൽ വ്യവസായങ്ങളുണ്ടല്ലോ ബേസിക്കലി, അതുപോലെ തന്നെ മെറ്റൽ വർക്കിംഗ്, ഓയിൽ സീഡ് ക്രഷിംഗ്, ഇത്തരത്തിലുള്ള വില്ലേജ് ഇൻഡസ്ട്രീസിനെല്ലാം തന്നെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ മെഷീനറിനെ ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോർക്ക് ഏറ്റവും ബെസ്റ്റ് മെഷീനറി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എന്ന് വെച്ചാൽ ഹ്യൂമൻ ലേബർ ആണ് കൂടുതൽ ഇതിന് വേണ്ടത്. മാനുവൽ ലേബറിനാണ് അദ്ദേഹം കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എപ്പോഴും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഒരു മെഷീൻ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, എപ്പോഴും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നായിരുന്നു. ഇപ്പോഴത്തെ ഈ ChatGPT ബാക്കി AI ഒക്കെ ചെയ്യണ കാര്യം എന്നാലും ഗാന്ധി സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം ചിന്തിക്കേണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അതുപോലെ തന്നെ പുതിയ ടെക്നോളജീനെ ഒന്നും അദ്ദേഹം അത്ര അപ്രിഷിയേറ്റ് ചെയ്തിരുന്നില്ല. നമ്മുടെ വില്ലേജ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടിയിരുന്നത്. അതൊന്നും പുതിയ ടെക്നോളജി ഒന്നും വില്ലേജ് ലിവിങ് സ്റ്റാൻഡേർഡിനൊന്നും അഫക്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ അദ്ദേഹം ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെ
ഖാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അദ്ദേഹത്തിന് ഒരു സിംബോളിക് ആയിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അതായത് സ്വന്തം വസ്ത്രം സ്വയം നിർമ്മിക്കുക. എന്തൊക്കെ നൽകുന്നു? വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ തരുന്നേ? വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തരിക? ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട് അല്ലെ? നിങ്ങളൊക്കെ സ്വപ്നത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. പിന്നെ സ്വപ്നത്തിൽ പെട്ടെന്ന് നമ്മൾ പുറത്ത് സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയി. പക്ഷെ അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുക നമ്മൾ വസ്ത്രമൊന്നും ഇട്ടിട്ടില്ല എന്ന്. ഈ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു പേടി പലരും കാണാറുണ്ടാവും. ഞാൻ ഒരുപാട് സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വായിക്കുകയും ചെയ്തു. അപ്പൊ മനസ്സിലാക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പേടിയാണ് പൊതു നിരത്തില് ആളുകളുടെ മുമ്പിൽ വെച്ച് നഗ്നരായി പോവുക എന്നുള്ളത്. ആ ഒരു അത് നമ്മുടെ സൈക്കോളജിക്കലി തന്നെ വളരെ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് അങ്ങനത്തെ സ്വപ്നങ്ങൾ കാണുന്നത്. എല്ലാവരും കാണുന്നുണ്ടെന്ന് അല്ല പറയുന്നത്, പക്ഷെ ഒരുപാട് പേര് കാണുന്നുണ്ട് അങ്ങനത്തെ സ്വപ്നങ്ങൾ. അപ്പൊ വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഏറ്റവും ബേസിക് നീഡിൽ ഒന്നാണ്. ആ വസ്ത്രം സ്വയം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് എന്താണ് സെൽഫ് കോൺഫിഡൻസും വർക്കും എല്ലാം തരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഖാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഹോം സ്പിന്നിങ് വീടുകളിലുള്ള ഈ ചർക്കം കൊണ്ട് ഉള്ള വസ്ത്രം നിർമ്മിക്കലും കാര്യങ്ങളൊക്കെ പോവർട്ടി എലിമിനേറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ഇൻഡിപെൻഡൻസിനൊക്കെ സഹായിക്കുന്നൊക്കെ അദ്ദേഹം കരുതുന്നു. ഓക്കെ. അങ്ങനെ ഖാദിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്. ഇത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കൂ. അതായത് 1934 ഗാന്ധി സൺ ഓഫ് ദി വില്ലേജ് സോളാർ സിസ്റ്റം എന്ന് ഖാദിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് എക്സാമിനൊക്കെ സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. പിന്നെന്താണ്? ഖാദി പലതരത്തിലും ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന അദ്ദേഹം എടുത്തു പറയുന്നു. അപ്പൊ അത് ഞാൻ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഖാദി എക്കണോമിയിൽ ക്യാപിറ്റൽ എന്താണ്? കൺട്രോൾഡ് ബൈ ലേബർ. ഓക്കെ. അതായത് ക്യാപിറ്റൽ കൺട്രോൾ ചെയ്യുന്നത് ലേബർ കൊണ്ടാണ്. അവിടുത്തെ ക്യാപിറ്റൽ ഒരിക്കലും മെഷീനറി അല്ല, ഹ്യൂമൻ ലേബർ ആണ്. പിന്നെന്താണ്? വില്ലേജസ് സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കും, ഇന്ത്യയുടെ പ്രോസ്പെരിറ്റിയിലേക്ക് നയിക്കും. പിന്നെന്താണ്? ഈ ഒരു ഇതിൽ സപ്ലിമെന്ററി ആയിട്ടുള്ള വേജസ് കിട്ടും. അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ സ്പിന്നിങ് വീൽ ഉണ്ടാക്കാൻ വേണ്ടി ബാക്കി വില്ലേജ് കാർപ്പൻറ്റേഴ്സിന്റെ ജോലി കിട്ടും, ബ്ലാക്ക് സ്മിത്തിന് ജോലി കിട്ടും, വീവേഴ്സിന് ജോലി കിട്ടും. അങ്ങനെ സെൽഫ് സഫീഷ്യൻസിയിലേക്ക് പോകും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. ഗാന്ധിക്ക് ഖാദിയോടുള്ള അതീവമായ സ്നേഹത്തിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ എന്താണ്? കോപ്പറേറ്റീവ്സിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? കോപ്പറേറ്റീവ് ഫാമിങ്ങിനെയൊക്കെ അദ്ദേഹം അനുകൂലിച്ചിരുന്നത്. അതുപോലെ തന്നെ കോർപ്പറേഷനെ ഒരു കീ ഇൻസ്ട്രുമെന്റ് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആയിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. ഇപ്പൊ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, അഗ്രികൾച്ചറിൽ എന്താണ് കോപ്പറേറ്റീവ് ഫാമിങ്ങിനെ പറ്റി അദ്ദേഹം പറയുന്നു. അതെന്ത് ചെയ്യും? നമുക്ക് ലേബർ എളുപ്പമാക്കുന്നതിന്റെ ഒപ്പം പ്രൊഡക്ഷൻ കൂട്ടുന്നതിന്റെ ഒപ്പം തന്നെ ലാൻഡ് ഫ്രാഗ്മെന്റേഷനെ എതിർക്കും. ഓക്കെ. ആ ലാൻഡ് ചെറുതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്? പലതരത്തിലുള്ള കോപ്പറേറ്റീവ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്താണ്? ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് വേണം. അപ്പൊ എന്താണ്? വലിയ വട്ടിപ്പലിശക്കാരുടെ അടുത്ത് നിന്ന് കടമെടുക്കേണ്ടി വരില്ല. ഒരു കൂട്ടം കൂടിയിട്ട് അവര് പണം സമാഹരിച്ച് അവരിലുള്ളവർക്ക് തന്നെ ലോൺ കൊടുക്കാന്ന് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പൊക്കോളും. പിന്നെ എന്താണ്? വീവേഴ്സ് ആൻഡ് സ്പിന്നേഴ്സ് കോപ്പറേറ്റീവ്സ്, ഡയറി കോപ്പറേറ്റീവ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഡയറി കോപ്പറേറ്റീവ്സ് ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ നമുക്ക് ഓപ്പറേഷൻ ഫ്ലഡ് ഒക്കെ ഫുള്ള് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലൂടെയാണല്ലോ നടപ്പിലാക്കിയതെല്ലാം. ഇന്ത്യക്ക് ഇപ്പോഴും ഏറ്റവും വലിയ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് കോപ്പറേറ്റീവ്സ് അല്ലെ, ലോകത്തെ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് കോപ്പറേറ്റീവ്സ് ഒക്കെ ഇന്ത്യക്കാണുള്ളത്. ഇന്ത്യയുടെ റൂറൽ എക്കണോമി ഒക്കെ ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് കൊണ്ട് വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അടുത്താണ് ട്രസ്റ്റിഷിപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഗാന്ധിയുടെ ഒരു എക്കണോമിക് ഐഡിയ ആയിരുന്നു ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് ഓർഡറിനെ മാറ്റിക്കൊണ്ട് ഒരു ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള ഇക്വാലിറ്റി ഉള്ള ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്ത് ആർക്കും ഒരു വെൽത്തും ഇല്ല, എല്ലാം ദൈവത്തിലാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ വെൽത്ത് എല്ലാം തന്നെ കമ്മ്യൂണിറ്റിയുടെ മൊത്തമാണ്, ലോകത്തിന് വേണ്ടി മൊത്തം ഉള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ലാൻഡ് ലോഡുകളെല്ലാം തന്നെ ഒരുപാട് പണമുള്ള ലാൻഡ് ലോഡുകളെല്ലാം തന്നെ ട്രസ്റ്റീസ് ആയിട്ട് ആക്ട് ചെയ്യണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? അവരവരുടെ വെൽത്ത് മുഴുവൻ കൺട്രിയുടെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കണം. ഒരു നോൺ വയലന്റ് മെത്തേഡ് ഓഫ് സംഭവമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ റഷ്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസം വന്നപ്പോ, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് കേട്ടോ. അപ്പം അത് ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഗാന്ധിയുടെ അതിനോടുള്ള ഒരു വിയോജിപ്പിനെ പറ്റി പറയണം. അതായത് നമ്മൾ ഏറ്റവും
വലിയ ലാൻഡ് ലോഡ്സിനെയും ജന്മികളുടെ അവരുടെ കയ്യിൽ നിന്ന് വെൽത്ത് പിടിച്ചെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മാവോ ആയിക്കോട്ടെ പിടിച്ചെടുത്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യുക ചെയ്തത്. ഗാന്ധിയുടെ ട്രസ്റ്റ്ഷിപ്പിൽ ഗാന്ധി പൂർണ്ണമായിട്ടും ഹ്യൂമൻ ഗുഡ്നെസ്സിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്, ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രസ്റ്റ്ഷിപ്പ് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ലാൻഡ് ലോഡ്സ് എന്ത് ചെയ്യണം, അവരുടെ വെൽത്ത് മുഴുവൻ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഒരു നോൺ വയലന്റ് ആയിട്ടുള്ള കാര്യത്തിലൂടെ ഈ ഡൊണേറ്റ് ചെയ്യണം ലാൻഡ് എല്ലാം. പിന്നെ എന്താണ്, ഇങ്ങനത്തെ ക്ലാസ് കോൺഫ്ലിക്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഭൂദാന പ്രസ്ഥാനമൊക്കെ വന്നിട്ടുണ്ട്. കുറെ ലാൻഡ് ഓണേഴ്സ് ഒക്കെ ഭൂമി കൊടുത്തിട്ടുമുണ്ട്, ബാക്കിയുള്ളവര് കൊടുത്തിട്ടുമില്ല. അതൊക്കെ നമുക്ക് മറ്റു വിഷയങ്ങളാണ്. എനിഹു, അപ്പോൾ ഗാന്ധിയുടെ ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വളരെ ഹ്യൂമൻ ഗുഡ്നെസ്സിലും പിന്നെ അതുപോലെ ഗോഡിലും ദൈവത്തിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അത് അത്ര വലിയ സംഭവമൊന്നുമില്ല. അപ്പം റിച്ച് ആയിട്ട് ആളുകൾ ഒരുപാട് വെൽത്ത് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യരുത്. അതെന്ത് ചെയ്യണം, അത് പുവറിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് മൊത്തം വേണ്ടിയിട്ട് വിധിച്ചു കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിലൂടെ ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ജമീന്ദാരി ഇത് ഈവിൾ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു വലിയൊരു ഭൂപ്രഭു മൊത്തം ലാൻഡും കയ്യിൽ വെച്ച് ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിന് അദ്ദേഹം ഒരു ഈവിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പൊ അദ്ദേഹം എന്താ പറയാറെന്ന് വെച്ച് കഴിഞ്ഞാല്, കൾട്ടിവേറ്റേഴ്സ് ഓഫ് സോയിൽ, അതായത് ശരിയായ കർഷകര് അവരുടെ പവർ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി വർക്ക് ചെയ്യില്ല, നോൺ വയലന്റ് ആയിട്ടുള്ള ഇതിൽ ഞങ്ങൾ ഇനി വർക്ക് ചെയ്യില്ല, ഞങ്ങൾ മര്യാദയ്ക്ക് പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഒരിക്കലും സെമീന്ദാരികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. സോ അങ്ങനെ ആ പവറിനെ തിരിച്ചറിയണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോഴും നോൺ വയലൻസിനെ തന്നെയാണ് അദ്ദേഹം കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ, ഇതിന് ഗാന്ധി എപ്പോഴും വളരെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ബാത്റൂംസ് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ തൊഴുത്തുകൾ ക്ലീൻ ചെയ്യുക, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസ് ആയിട്ടുള്ള എല്ലാവരെ കൊണ്ട് അദ്ദേഹം ചെയ്യിപ്പിക്കാറുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരു വില്ലേജ് മൊത്തം എന്ത് ചെയ്യണം, ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണം. വീടുകളും കാറ്റലിന്റെ ഹൗസിങ്ങും അതുപോലെ എല്ലാ കാര്യങ്ങളും, പബ്ലിക് ടോയ്ലറ്റ്സ്, അതുപോലെ തന്നെ പൊതുകിണറുകൾ, ടാങ്കുകൾ, റിവേഴ്സ്, അതെല്ലാം തന്നെ റിമൂവ് ചെയ്യാനായിട്ടും വൃത്തിയായി സൂക്ഷിക്കാനും ഒക്കെ ഗാന്ധി പറയുന്നുണ്ട്. അപ്പൊ ഗാന്ധി പറയുന്നുണ്ട് എന്താണ്, ഈ ഗാർബേജിനെ പ്രൊഡക്റ്റീവ് മാനുവർ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കണമെന്നും ഗാന്ധി പറയുന്നുണ്ട്. ജസ്റ്റ് ഇപ്പൊ ഗാർബേജ് എടുത്ത് മാറ്റിയാൽ പോരാ, ഇപ്പം ബയോഗ്യാസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റുക, അല്ലെങ്കിൽ വളമാക്കി മാറ്റുക, അതിനൊക്കെ ശ്രമിക്കണമെന്നും ഗാന്ധി എപ്പോഴും പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി. ഓക്കെ, ഗാന്ധി കൺസിഡേർഡ് അൺടച്ചബിലിറ്റി ആസ് എ സോഷ്യൽ ഈവിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അൺടച്ചബിലിറ്റി ആക്ട് പാസ്സാക്കുമ്പോൾ, മൗലികാവകാശങ്ങൾ അൺടച്ചബിലിറ്റിന്റെ ആക്ട് പാസ്സാക്കുമ്പോൾ ഗാന്ധിക്ക് ജയിൽ വിളിച്ചുകൊണ്ടൊക്കെ പാസ്സാക്കിയത്. അതായത് അൺടച്ചബിലിറ്റി വളരെ മോശമാണ്, അതെന്തായാലും റിമൂവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലായിരുന്നല്ലോ കുറെ കാലം, അവിടെ ഉണ്ടായിരുന്ന റേഷ്യൽ സുപ്രീമസിക്കെതിരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റിക്കെതിരെ ഇന്ത്യയിലും അദ്ദേഹം പോരാടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അൺടച്ചബിലിറ്റി ഹിന്ദുയിസത്തിന്റെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ടെമ്പിൾ എൻട്രിക്ക് വേണ്ടിയിട്ടെല്ലാം തന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്, അൺടച്ചബിൾസിന്റെ. പിന്നെ അതുപോലെ തന്നെ ഹരിജൻസിന്റെ ഇക്വാലിറ്റിക്കും റിലീജിയസ് ഇക്വാലിറ്റിക്കൊക്കെ വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതായത് നമ്മൾ ഓൾറെഡി ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളുള്ളൂ, ഓരോന്നായിട്ട് വായിച്ച് പഠിപ്പിക്കേണ്ട പ്രായമൊക്കെ നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അൺടച്ചബിലിറ്റിക്കെതിരെ അദ്ദേഹം എന്താണ്, ഒരു മാസിക, അദ്ദേഹത്തിന്റെ ഹരിജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസിക ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അൺടച്ചബിൾസിന്റെ ഇടയിൽ ക്ലെൻലിനെസ്സും ഗുഡ് ഹാബിറ്റ്സും എല്ലാം വളർത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എല്ലാ പോയിന്റും വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ദെൻ നൈതലിം. നൈതലിം എന്ന് പറഞ്ഞാൽ എന്താണ്? നൈതലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള വർക്കുകൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ മെത്തേഡാണ്. ഗാന്ധി പറയാ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ നമ്മുടെ മോഡേൺ എഡ്യൂക്കേഷനിൽ മൊത്തം ഇൻഫർമേഷൻ ഇങ്ങനെ അക്വിസേഷൻ ചെയ്യണ പോലെ, അതായത് മുഴുവൻ ഇങ്ങനെ സംഭരിച്ചു വെക്കുന്നതിനെ ഡിബേറ്ററി ഓഫ് ദ മൈൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു എഡ്യൂക്കേഷൻ മാതൃകയാണ് നൈതലിം എന്ന് പറയുന്നത്. അതായത് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അതായത് ലേബറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സ്പിരിച്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെ ഒരു കാര്യമാണ് നൈതലിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷനെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ വൊക്കേഷണൽ എഡ്യൂക്കേഷനെ വളരെ എന്താ പറയുക, വളരെ സ്ട്രെസ് ചെയ്തുകൊണ്ട് തന്നെ നൈതലിം എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ മാതൃകയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്.
ഓക്കെ. അപ്പൊ ഇതെല്ലാമാണ് ഗാന്ധിജിയുടെ വില്ലേജ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പം നിങ്ങൾ നോട്ട് വായിച്ചു നോക്കുക, മാക്സിമം പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു റിവിഷൻ വരുമ്പോൾ അതിലും കവർ ചെയ്യാം. അപ്പം നമുക്ക് ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ടെക്നോളജിനോട് ഗാന്ധിക്കുള്ള എതിർപ്പ്, ഇൻഡസ്ട്രിയലൈസേഷനോടും ഗാന്ധിക്കുള്ള എതിർപ്പ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പല മോഡൽ ക്വസ്റ്റ്യൻസും പല സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രദ്ധിച്ച് പഠിക്കുക, നല്ലോണം വായിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാനപ്പോൾ ഇഗ്നോന്റെ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ക്ലാസ്സിൽ ഒരു ഭാഗത്തെ ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് അപ്പൊ തന്നെ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. നന്നായി പഠിക്കുക, ആരോഗ്യമൊക്കെ നോക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.